വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യം, സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാപം വിഷമാണ്. സിൻ ഈസ് പോയ്സൺ. SFSന്റെ ഒരു ജ്ഞാനമൊഴിയാണ് ഈ പറഞ്ഞ കാര്യം. സിൻ ഈസ് പോയ്സൺ. പാപം വിഷമാണ്. വിഷം നമുക്കറിയാം, വിഷം ഉള്ളിൽ ചെന്നാൽ നമ്മുടെ ജീവൻ അപഹരിക്കാൻ പറ്റും. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ കുറച്ച് പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അതിനെ ധരണം ചെയ്യാൻ ശക്തിയില്ലാതെ ആ വ്യക്തി പോയിട്ട് ചെയ്തത് എലിവിഷം എടുത്ത് കഴിച്ചു. ഏതായാലും ആ പുള്ളി മരിച്ചില്ല. കാരണം ആ എലിവിഷം പഴകിപ്പോയതാണ്. പറയുണ്ട് മരണത്തിലേക്ക് നയിക്കാനുള്ള ശക്തി ആ വിഷത്തിനില്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ വയറിളകി 3-4 പ്രാവശ്യം പോയി. അതല്ലാതെ ആള് മരണപ്പെട്ടില്ല. വേറെ സംഭവം ഞാൻ ഓർക്കാണ്. ഒരു സ്ത്രീ അമ്മായിയമ്മയുടെ ആ ഒരു പീഡനം സഹിക്കവയ്യാതെ അവസാനം അവർ വിഷം കുടിച്ച് അവസ്ഥ നിലയിൽ കിടന്നപ്പം അമ്മായിയമ്മ ചെയ്തൊരു കാര്യം, അതിൻ്റെ വായിലേക്ക് കുറച്ച് മണ്ണെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അവരുടെ തലയ്ക്കകത്തുണ്ടായിരുന്നു. വിഷം കുടിച്ചവർക്ക് മണ്ണെണ്ണ കൊടുക്കുകയാണെങ്കിൽ അവർ ഛർദ്ദിച്ചൊരു പക്ഷേ ഈ വിഷം പോയേക്കും, പുറത്ത് വന്നേക്കാം. പക്ഷേ സംഭവിച്ചത് അവർ മരണപ്പെടുകയാണ് ചെയ്തത്. ഡോക്ടർമാർ പറഞ്ഞാൽ മണ്ണെണ്ണയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടേനെ. ഇനി ഈ രണ്ട് സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് വിഷം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും, വിഷം നമ്മുടെ ജീവൻ അപഹരിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഫ്രാൻസിസ് സാലസ് പറയാണ് പാപം വിഷമാണ്. അതുകൊണ്ട് തന്നെ ഈ പാപത്തെ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ, കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കാനും നമ്മുടെ ജീവൻ നഷ്ടമാകാനും അത് കാരണമാകും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. കാര്യം വെച്ചുകൊണ്ട് ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വിഷം ആരോഗ്യം കെടുത്തും, അതുപോലെ പാപവും. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 24:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തുപോകും. അധർമ്മം വർദ്ധിച്ചതിനാൽ നിങ്ങളിൽ പലരുടെയും സ്നേഹം തണുത്തുപോയിരിക്കുന്നു. ഈ പാപജീവിതം നയിക്കുന്നവരിൽ ആ ഒരു ആത്മീയ ഉണർവ്, ഉന്മേഷം അതുണ്ടാകില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അധർമ്മിയുടെ വരും തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും അത് സ്വാധീനിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 32:3 മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പാപം എൻ്റെ ജീവിതത്തിൽ കിടന്നപ്പോൾ ഞാൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ച് ഞാൻ എല്ലും തോലുമായി. നമ്മുടെ ആരോഗ്യം നശിപ്പിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നമ്മൾ കാണുക. ദിവസം മുഴുവൻ കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. 32-ാം സങ്കീർത്തനം 10-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടർ അനുഭവിക്കേണ്ടി വരുന്ന വേദന വളരെ വലുതാണ്. പാപം നമുക്ക് സമ്മാനിക്കുന്ന വേദന. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ്. ആത്മാവിൻ്റെ സ്വസ്ഥത, സന്തോഷം അത് നശിപ്പിക്കും. മറ്റൊന്ന്, അലച്ചിലിൻ്റെ ഓർമ്മ കൈപ്പേറിയ വിഷമായിട്ട് മാറും. 3-ാമതൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കാരണം എൻ്റെ മനം തകർന്നിരിക്കുന്നു. പാപത്തിൻ്റെ പരിണതഫലമായിട്ട് വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വിഷം ജീവൻ അപഹരിക്കും, അതുപോലെ തന്നെ പാപവും. ജീവൻ അപഹരിക്കാൻ ശക്തിയുള്ളതാണ് വിഷം. ഒരു മകൾ ആത്മഹത്യ ചെയ്തു, ഒരു വിഷം കഴിച്ചു, ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ കുടുംബത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ കേട്ടത്, അതിനുശേഷം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, നാണക്കേട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു സംഭവം ഞാൻ കേട്ടതാണ്. ചെറുപ്പക്കാരൻ എന്ന് പറയാം, 35 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ കള്ളിന് രക്തസാക്ഷിയായി മാറി, കുടിച്ചു മരിച്ചു. ഇനി അവസാനം അവൻ്റെ ഭാര്യയും 2 മക്കള്, പറക്കപറ്റാത്ത പിള്ളേരാണ്. അവര് അനാഥരായി. അവര് വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഈ മനുഷ്യന്റെ പാപം അവൻ്റെ ജീവൻ നേരത്തെ എടുത്തു. അകാല മരണം സംഭവിച്ചു 35-ാമത്തെ വയസ്സിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് ഭാര്യയും മക്കളൊക്കെ ഉള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, എൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാകണം. ഈ മനുഷ്യന് ഡോക്ടർമാർ വാണിംഗ് കൊടുത്തതാണ്, ഇനി മേലാൽ ഇത് തൊട്ടുപോകരുത്, തൊട്ടാൽ ഇനി ഈ വഴിക്ക് വരണ്ട, ട്രീറ്റ്മെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ പറഞ്ഞത്, ഏതായാലും എൻ്റെ കരളൊക്കെ തീരാറായി, ഇനി അത് കംപ്ലീറ്റ്ലി തീരുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നിടം വരെ ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ പാപചിന്തകളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികളെയും നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരും. അതുകൊണ്ട് പാപം നമ്മുടെ ആരോഗ്യം കെടുത്തും, പാപം നമ്മുടെ ജീവൻ അപഹരിക്കും. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിനെല്ലാം ഒരു പ്രതിവിധിയുണ്ട്. വിഷം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു ആൻറ്റിഡോട്ട്, അതിനൊരു പ്രതിവിധിയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ് ദിവ്യകാരുണ്യം. ഇന്ന് കൈവശമുള്ളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് മറ്റു പല ചെപ്പിടി വിദ്യകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ആ ദിവ്യ ഔഷധം,
അതിനേക്കാൾ വലിയ ഔഷധം വേറെ എവിടെയാണ് ഉള്ളത്? അതിനേക്കാൾ വലിയ മറുമരുന്ന് വേറെ എവിടെയാണുള്ളത്? പാപം വിഷമായിട്ട് കിടപ്പുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏത് പാപപ്രവൃത്തിയുടെ കെടുതി കിടപ്പുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ പറ്റിയൊരു കാര്യമാണ് വിശുദ്ധ കുർബാന. ചെയ്തു പോയ പാപത്തിന് പരിഹാരമാകും. ഇനിമേൽ പാപം ചെയ്യാതിരിക്കാൻ അത് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ കുമ്പസാരം ചെയ്തു പോയ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. പാപത്തിലേക്ക് വീഴാതിരിക്കാനുള്ള കൃപ അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മളിന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് ആത്മഹത്യ ചെയ്തവർക്കും ചെയ്തവരുടെ കുടുംബാംഗങ്ങൾക്കും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.